റാഗിങ്ങിനെ തുടർന്ന് തൃപ്പൂണിത്തുറയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവം ഗ്ലോബൽ പബ്ലിക് സ്കൂളിന് NOC ഇല്ലെന്നും അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്യുമെന്ന് ഗ്ലോബൽ സ്കൂൾ അധികൃതർ ഭീഷണിപ്പെടുത്തിയതായി മിഹിറിന്റെ മാതാവ്. റാഗിംഗ് നടന്നതിന് തെളിവില്ലെന്ന വിചിത്ര ന്യായവുമായി സ്കൂൾ മാനേജ്മെന്റും രംഗത്തെത്തി. 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്നാണ് തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തിയത്. സ്കൂൾ അധികൃതർ ഇതുവരെ NOC ഹാജരാക്കിയിട്ടില്ലെന്നും സ്കൂളിന് NOC ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത് എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മിഹിറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അവർക്ക് NOC ഇതുവരെയും ഹാജരാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ NOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. മിഹിറിന്റെ സഹപാഠികളായ വിദ്യാർത്ഥികളെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായി മിഹിറിന്റെ മാതാവ് പ്രതികരിച്ചു. കുട്ടികളെ ഡീബാർ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മിഹിറിന്റെ അമ്മ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. അതേസമയം ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന ഗ്ലോബൽ സ്കൂൾ അധികൃതർ വിചിത്രമായ ന്യായീകരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതേവരെ നടത്തിയ അന്വേഷണത്തിൽ റാഗിംഗ് നടന്നതായി തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നും തെളിവില്ലാതെ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും മാനേജ്മെന്റ് പറയുന്നു. കുട്ടി ആത്മഹത്യ ചെയ്തതിനു ശേഷം മാത്രമാണ് റാഗിംഗ് നടന്നതായി വിദ്യാർത്ഥിയുടെ അമ്മ പരാതി നൽകിയത് എന്നും അതിനു മുമ്പ് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.